എല്ലാ രോഗികളിലും പഞ്ചകർമ്മ ചികിത്സ നടത്താൻ കഴിയണമെന്നില്ല. രോഗം, രോഗിയുടെ ശാരീരികാവസ്ഥ എന്നിവയെല്ലാം പരിഗണിച്ചു വേണം പഞ്ചകർമ്മ ചികിത്സ നിശ്ചയിക്കാൻ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിച്ച അനുകൂലമായ യോഗ്യതകൾ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു കൊതുവിനെ കൊല്ലാൻ നമുക്ക് തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ചുറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നില്ല. അതായത് രോഗത്തിൻ്റെ കാഠിന്യം, രോഗത്തിൻ്റെ ആഴം, രോഗത്തിൻ്റെ സ്വഭാവം, ശരീരത്തിൻ്റെ ഘടനയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഏത് ചികിത്സയാണെങ്കിലും തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഏത് സമയത്താണോ ശരീരങ്ങളിൽ ദോഷങ്ങൾ വളരെയധികം നിലനിൽക്കുന്നത്, ഏത് സമയങ്ങളിലാണോ ദോഷങ്ങളെ പുറത്ത് കളയല്ലാതെ വേറൊരു സ്ഥിതി ഇനി പറ്റില്ല എന്ന സ്ഥിതി നിലനിൽക്കുന്നത്, ഈ രോഗം അതല്ലാതെ വേറൊരു രീതിയിൽ കൊണ്ടും നമുക്ക് മാറില്ല എന്നൊരു പരിതസ്ഥിതി നിലനിൽക്കുന്നു, ഇതൊക്കെ പഞ്ചകർമ്മം പോലുള്ള ശോധന ചികിത്സകൾക്ക് വ്യക്തി അനുയോജ്യനായിക്കൊണ്ട് അടുത്തേക്ക് വരുന്നു. പക്ഷേ അത് മാത്രം പോരാ, രോഗം മാത്രം പോരാ, ശരീരത്തിൻ്റെ വയസ്സ് അതിന് അനുകൂലമായിരിക്കണം. ആരോഗ്യസ്ഥിതി പറഞ്ഞാൽ ഈ ചികിത്സകൾ കൊണ്ടുണ്ടാകുന്ന ക്ഷീണം താങ്ങാനുള്ള, ഇതിൻ്റെ കാഠിന്യം താങ്ങാനുള്ള ശാരീരിക ബലം, മനസ്സിൻ്റെ ബലം ഒക്കെ ഇതിലാണ്. അപ്പോൾ ഒട്ടനവധി ഈ യോഗ്യതകൾ വന്നാൽ മാത്രമേ ഈ ചികിത്സയ്ക്കുള്ള യോഗ്യതയാവുള്ളൂ. ഒരു ചികിത്സ ചെയ്യാൻ ചില യോഗ്യതകളുണ്ട്. അതിൽ പഞ്ചകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ മറ്റുള്ള സാധാരണ ചികിത്സകളെ പോലെയല്ല, ഇതിന് പ്രത്യേക രീതിയിലുള്ള പ്രത്യേകം ശരീരം യോഗ്യത ഏൽക്കേണ്ടതുണ്ട്. അത്ര എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു ചികിത്സയല്ല പഞ്ചകർമ്മം. വേണ്ടത്ര വൈദഗ്ധ്യം നേടാത്ത ഒരാൾ ചെയ്താൽ ഒരുപക്ഷെ ജീവഹാനി വരെ വരുത്തിയേക്കാവുന്ന ഒന്നാണ് പഞ്ചകർമ്മം. അതുകൊണ്ട് തന്നെ പഞ്ചകർമ്മ ചികിത്സയെ നിസ്സാരമായി കാണരുത്. പഞ്ചകർമ്മത്തിന് യോഗ്യത എന്നുദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള യോഗ്യത, ഒന്ന് രോഗത്തിൻ്റെ യോഗ്യത. അതായത് ഞാൻ പറഞ്ഞ പോലെ, അതായത് രോഗം ഈ ചികിത്സ കൊണ്ട് പരിപൂർണമായി ഒഴിവാക്കപ്പെടാവുന്ന പരിതസ്ഥിതിയിൽ എത്തിയിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ രോഗത്തിൻ്റെ യോഗ്യതയാണ്. ശരീരത്തിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ശരീരം അതിന് ആ ചികിത്സ കൊണ്ടുണ്ടാവുന്ന ക്ഷീണത്തിനെ അല്ലെങ്കിൽ ക്ലേശത്തിനെ സഹിക്കാനുള്ള ശാരീരിക ബലം, മനോബലം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. ഈ രണ്ടും ചേരുമ്പോഴാണ് ആ ചികിത്സയ്ക്ക് പൂർണ്ണമായിട്ട് യോഗ്യത വരുള്ളൂ. പക്ഷേ ചികിത്സ നടത്തണമെങ്കിൽ വൈദ്യൻ്റെ യോഗ്യതയും കൂടിയും വരണം. വൈദ്യന് ഇത് ധാരാളം പഠിച്ചിട്ടുള്ള അറിവ്, കർമ്മം കൊണ്ട്, അതായത് ചെയ്ത അനുഭവം, അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് മാറ്റാനുള്ള അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണത ആ ചികിത്സയ്ക്ക് വരുന്നുള്ളൂ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ചികിത്സ ചെയ്യുമ്പോൾ, ഒരു രോഗത്തിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിനെ ശുദ്ധീകരിക്കാൻ പല മാർഗങ്ങൾ അനുവർത്തിക്കാറുണ്ട്. അപ്പോൾ ഏത് മാർഗം വേണം, ആ മാർഗം ശരീരത്തിന് യോജിച്ച മാർഗമാണോ എന്ന് വൈദ്യനാണ് തീരുമാനിക്കുക. ഒരു വ്യക്തി എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കഴിച്ച് അത് ദഹിക്കാതെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ദഹിക്കാതെ വന്നിട്ടുള്ള ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾക്ക് നമുക്ക് പല രീതിയിൽ ചികിത്സ അവലംബിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ദീപനപാചനങ്ങളായിട്ടുള്ള മരുന്ന് കൊടുക്കാം. ആ സന്ദർഭത്തിൽ രോഗിക്ക് ഈ ശോധന ചികിത്സ പോലുള്ള ക്ലേശങ്ങളൊന്നുമില്ല, അയാൾക്ക് അധികം മനോബലമൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തീരാവുന്നതാണെങ്കിൽ അത് തീർക്കാം. അതേസമയം ചിലപ്പോൾ ശരീരത്തിന് അത് അവിടെ തന്നെ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി ഏതെങ്കിലും അതിനെ പുറത്ത് തള്ളല്ലാതെ വേറെ വഴിയില്ല എന്നാണെങ്കിൽ നമുക്ക് മുകളിലത്തെ വഴി കൂടെ, അതായത് ഏറ്റവും അടുത്തുള്ള വായയിൽ കൂടെ നമുക്ക് പുറന്തള്ളുന്ന രീതി ഉപയോഗിക്കാം. അല്ല വയറിളക്കി ചോട്ടിൽ കൂടെ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും വയറിളക്കി കളയുന്ന രീതിയും അവലംബിക്കാം. പക്ഷേ ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ വേണ്ട യോഗ്യത, അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് വയറിളക്കുമ്പോൾ ഉണ്ടാവുന്ന യോഗ്യത, ഛർദ്ദിപ്പിക്കുണ്ടാവുന്ന യോഗ്യത വ്യത്യാസം വരും. അതായത് ഛർദ്ദിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഈ ഭക്ഷണം മുകളിലത്തെ രീതി കൂടെ വായയിൽ കൂടെ പുറത്തേക്ക് വരണം. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ശരീരത്തിനുണ്ടാവുന്ന ക്ലേശം, ചിലപ്പോൾ കഫം ധാരാളം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അയാൾക്ക് പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് ആ ചികിത്സയ്ക്ക് യോഗ്യത വരും. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് രോഗി തീരുമാനിക്കുന്നതല്ല, വൈദ്യൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രോഗിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്.